ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സ്വർഗഭൂമികളുടെ അന്തരമന്തരീക്ഷ അർക്കചാരവും അന്തരീക്ഷ അത്യാന്തർഭാഗേ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും ഇത്തരം വിഷ്ടവങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാലം മേഷേ ഈഷേ സമമായി വരും അഹോരാത്ര. വൃഷഭാദികളാകും അഞ്ചിലും വർത്തിക്കുന്ന നാള്. ഇഴിയും നിശയതു പകലേറിയിടും താനും കീടകവാദികൾ മറ്റഞ്ചിലും വർത്തിക്കുന്നാള്. ഈടേഴും പകൽ കുറഞ്ഞേറുന്ന നിശാകാലം ഈദൃശ മുദിക്കയും അസ്തമിക്കയും ചെയ്യും. ആദിത്യൻ പെരുമാറും മാനസോത്തരത്തിന്മേല് 9 കോടിക്കുമേലതിൻ്റെ വട്ടം. പുനരൊമ്പതുമൊന്നു ലക്ഷം യോജനയുണ്ടു താനും. അങ്ങനെയിരിക്കുന്ന മാനസോത്തരഗിരി അങ്ങുമേൽ മുകളിൽ ദേവാലയത്തിനു നേരെ. പൂർവഭാഗത്തിങ്കലുണ്ട് ഇന്ദ്രൻ്റെ രാജധാനി. കേവലം ദേവധാനി എന്നതിനൂടെ നാമം. പ്രേതനാഥനും തെക്കുണ്ടല്ലോ സംയമനിയും. യാതസാമ്പതയ്ക്ക് നിമ്ലോചനി പടിഞ്ഞാറും. വടക്കു വിഭാവരി സോമൻ്റെ രാജധാനി. പടർച്ചയോടും നാനാഭൂതങ്ങളെല്ലാവർക്കും പ്രവർത്തി നിവർത്തി നിമിഷങ്ങളായിട്ടു ഉദയാസ്തമയത്തോടെ അർദ്ധരാത്രി എന്നിത്യാദികൾ. ഗതിക്കു തക്കവണ്ണം പകർന്നുകൊണ്ട് അതിക്രാമൃതി സൂര്യൻ ഓരോരോ ദിക്കുതോറും രാശിചക്രത്തിൻ വേഗമേറി നിന്ന് അതിനൂടെ പേശാൽ വലത്തൂടായി വരുന്നു എല്ലായിടവും. യാതൊരു ദിക്കിലൂടെ ഉദയം കാണാകുന്നു. നീതിയിലതിനപ്പുറത്താമസ്തമയം. യാതൊരിടത്തു നേരെ മധ്യാജ്ഞമാകുന്നത് അങ്ങതിനു നേരെ മറുപുറത്താം അർദ്ധരാത്രം. യാതൊരു നേരം സൂര്യൻ ലങ്കയിൽ ഉദിക്കുന്നു അസ്തമിക്കുന്നു സിദ്ധപുരിയിൽ. അതിന്നേരെ ഇന്ദ്രൻ്റെ പുരിയിൽ നിന്ന് അന്തകപുരത്തിങ്കൽ ചെന്നിടും. 15 നാഴിക കൊണ്ടു സൂര്യൻ. അവിടെ ഉണ്ട് 2 കോടിയും അനന്തരം അവനീപതേ 37 ലക്ഷം. പിന്നെ പുനരങ്ങ് 75,000 യോജനയും. തനിയെ വഴിയെന്നു മനസ്സീധരിച്ചാലും അതിനെപ്പോലെ തന്നെ വരുണപുരത്തിനും അകലവും 15 നാഴികയാലേ. വിരവോടൊത്തു വിവാരിക്കും അതുപോലെ തരസാ ചെല്ലും വിഭാവരിയിൽ നിന്നു തന്നെ. ക്രമമായുള്ള വഴി അകലും അതുതന്നെ. സമയമായെത്തും 15 നാഴികയാലേ. അവണ്ണം തന്നെ സൂര്യചന്ദ്രാദിഗ്രഹങ്ങളും സർവനക്ഷത്രങ്ങളും ജ്യോതിശ്ചക്രത്തിന്മേലേ ഉദിച്ചും അസ്തമിച്ചും ഇരിക്കുന്നതോ നിത്യം. വധിച്ചു കൊള്ളുവാനറിയാവതില്ലിത്യാദികൾ
ആദിത്യരഥത്തിനും ചക്രമാകുന്നതെല്ലാം. ആദരാൽ ഓരോരോ സംവത്സര ആത്മകങ്ങൾ പോലെ താനതിനച്ചുതണ്ടും മേരുതൻ മുകളിലും മാനസോ ഉത്തരഗിരി തന്മേലും തഥാ നേമി. മാരുതാശനകുലനാശനാഗ്രജൻ തന്നെ സാരഥിയാകുന്നതും ബാലാഖിലന്മാരല്ലോ. സുക്തവാക്യങ്ങൾ കൊണ്ട് വേദാന്ത പൊരുളായ മാർത്താണ്ഡൻ തന്നെ സ്തുതിച്ചിടുന്നു നിത്യം ചെമ്മേ. ഗന്ധർവ അപ്സരോ നാഗമാനിനി യാതുദാനവജ്ഞിയും ഗ്രാമണികൾ ദേവകൾ ഋഷികളും സന്തതമിവരേഴു കൂട്ടവും വേറെ വേറെ മാസങ്ങൾ തോറും ഭക്ത്യാ സൂര്യനെ സേവിക്കുന്നു. ഉത്താനപാദൻ തൻ്റെ പുത്രനാ ഉത്തമനായ മഹാമേരുവിനെയും കൂടി നിത്യവും പ്രദക്ഷിണം ചെയ്യുന്നോര് ആദിത്യൻ്റെ സത്യാസത്യതിഭേദം രാശികളെ തീർത്തിതും. എങ്ങനെ വിശേഷിച്ചു വെവ്വേറെ കാണാകുന്നു ഇങ്ങനെ പരീക്ഷിത്യൻ ചോദ്യത്തിൻ അരുൾ ചെയ്തു മംഗലാത്മാ നൃപതി. ഈശ്വരൻ തന്നോടേറ്റം മംഗലവാക്യം കൊണ്ടു ബാദരായണിയപ്പോൾ അന്യകം കുലാല ചക്രത്തോടു കൂടി തിരിയുന്നോരു പിപീലികാദികൾ തങ്ങളുടെ ഗതി വെവ്വേറെ ലോകാന്തരത്തിങ്കലും കാണാകുന്നത് അവണ്ണം ആദിത്യാദി ഗ്രഹങ്ങൾ ഗതിഭേദം നക്ഷത്രരാശ്യാന്തരത്തിങ്കലും കാണാകുന്നു ദിക്കുകൾ തോറും രാശിചക്രത്തിൻ വേഗത്താലെ. ആദിത്യാത്മകനായ ഭഗവാനുടെ ഗതി ഭേദം കൊണ്ടുണ്ടാമഹോരാത്രാദി കാലഭേദം. അർക്കമണ്ഡപത്തിങ്കൽ നിന്നു പിന്നെയും 1,00,000 യോജനമേലെ ചന്ദ്രൻ്റെ നടപടി. ആദിത്യൻ ഒരാണ്ടുള്ള ഗതിയെ മാസം കൊണ്ട് സാധിക്കുന്നതു ചന്ദ്രൻ പിതൃക്കൾക്ക് അഹോരാത്രം. ഉണ്ടാവും പൂർവാപരപക്ഷങ്ങൾ 2 കൊണ്ട് കണ്ടാലും കാലക്രമം സൂര്യചന്ദ്രന്മാർ തമ്മിൽ ഇക്ഷഭാകരനുടെ മണ്ഡലത്തിങ്കിൽ നിന്ന് 1,00,000 യോജനമേലേ നക്ഷത്രമാർഗമിടോ. നക്ഷത്രമാർഗത്തിങ്കൽ നിന്നു പിന്നെയും 2,00,000 യോജനമേലേ ശുക്രനെന്ന് അറിഞ്ഞാലും അവിടെ നിന്നു 2,00,000 യോജനമേലെ ബുധനാം ഇന്ദുപുത്രൻ അവർക്കിരുവർക്കും. ആദിത്യൻ തന്നോടൊക്കും മിക്കതും വിചാരിക്കിൽ ദിതിഗതിങ്കൽ ഭേദവും ചെറുതുണ്ടാം സോമജങ്കേന്നു 2,00,000 യോജനമേലേ. ഭൂമി നന്ദനായ ലോഹിതൻ അവനേതും വക്രാദിഗതി ഭേദമില്ലെന്നു വരുന്നാകിൽ പക്ഷങ്ങൾ 3 കൊണ്ടും രാശിയിൽ കടക്കുന്നു. പക്ഷങ്ങൾ 3 കൊണ്ടു രാശിയിൽ കടക്കുന്നു മിക്കതും രക്തൻ തങ്കൽ നിന്നുടൻ പിന്നെ
2,00,000 യോജനമീതേ നിർജരാചാര്യനായ വാഗീശനോരാണ്ടു കൊണ്ടങ്ങു നീങ്ങിടും രാശി. പാകതേയാപ്തേ പുനരവിടുന്നു നിന്നു തഥാ കേവലം 2,00,000 യോജനമീതേ സൂര്യ ദേവനന്ദനാഛായാപുത്രൻ ആകിയ കാലൻ മേവിനാൻ അവനൊരു 30 മാസം കൊണ്ടു പോയി തങ്ങൊരു രാശി തന്നിലെന്ന് അറിഞ്ഞാലും അവങ്കൽ നിന്നു 11 യോജന-ലക്ഷം അവധി ദൂരം സപ്തഋഷികൾ നിവാസകം. അവിടെ നിന്നു 13,00,000 യോജന സവിതേ വിഷ്ണുഭക്തൻ ധ്രുവനായുള്ള ലോകം. അവൻ്റെ ലോകം ജ്യോതിർഗണങ്ങൾ എല്ലാവർക്കും ആശ്രയമാകുന്നതെന്ന് അറിയ ധരാപതേ. നിത്യവും ധാന്യങ്ങളെ തിരിക്കും പശുക്കൾക്ക് സ്വസ്വമാതിരിക്കുറ്റി ആശ്രയമെന്ന പോലെ അർക്കമണ്ഡലത്തിങ്കൽ നിന്നൊരു 35,00,000 യോജനമേലേ നിശ്ചയം ധ്രുവലോകം. കേൾക്കടോ പിന്നെ ജ്യോതിശ്ചക്രങ്ങളൊക്കെ സർവസാക്ഷിയാം ഭഗവാന്റെ യോഗധാരണാത്മകം. സൂക്ഷ്മകനായ ശിശുമാരൻ്റെ ശരീരൈക മൂർത്തിയിങ്കൽ പോലെന്നല്ലോ കേട്ടിരിക്കുന്നു. ശിശുമാരൻ്റെ പുച്ഛാഗ്രഹത്തിങ്കൽ ധ്രുവനല്ലോ സംശയം. പ്രജാപതി വന്നിയും ഇന്ദ്രൻ ധർമ്മൻ എന്നിവരെല്ലാം ക്രമാൽ മേൽപോട്ടുവാൽ മേൽ തന്നെ സന്ധിദാനത്തെ ചെയ്തിടുന്നു സദാകാലം. ദാതാവും വിധാതാവും പുച്ഛമുലത്തിങ്കലും പ്രീതരായിരുന്നു അരുളിയിടുന്നു നിരന്തരം. മധ്യദേശത്തിങ്കലാകുന്ന പോലനുദിനം സപ്തമാമുനീവരന്മാരധിവാസം നിത്യം. 2 തൂളിലും ഒക്കെ മിക്കതു നക്ഷത്രങ്ങൾ ഉണ്ടുപോലുദരത്തിൽ ആകാശതടിനിയും. ഉത്തരോഷ്ടത്തിങ്കലങ്ങഗസ്ത്യൻ താനും പുനരിത്തരം അതരോഷ്ടത്തിങ്കലായ മന്ദാനും. മുഖത്തു ഭൂമിപുത്ര നുപസ്ഥേ ശനിയും പിൻകഴുത്തിൽ ബൃഹസ്പതി മാറത്തു ദിവാകരൻ. ഹൃദയത്തിങ്കൽ വിഷ്ണു മാനസത്തിങ്കൽ ചന്ദ്രൻ സതതം നാഭൗ ശുക്രൻ പ്രാണങ്കൽ ബുധൻ താനും. നിശ്ചയം കഴുത്തിൽ പോൽ നിൽപ്പതോ സ്വർഭാനുവും അശ്വിനി ദേവകൾ പോലോരോരോ മൂലകളിൽ. രാഹുകേതുക്കൾ സമസ്താംഗങ്ങളിലുമെല്ലാം ജ്യോതിസുകളും മറ്റേതൊക്കെ രോമങ്ങൾ തോറും. ഇച്ചൊന്ന ഭഗവാന്റെ സർവദേവതാമയം നിശ്ചയമായ രൂപം ധ്യാനിച്ചാൽ പാപക്ഷയം. അടുത്ത ഭാഗം നാളെ.